നമസ്കാരം, ഞാൻ ആതിര വിജി. വെൽക്കം ടു മൈ ചാനൽ വിജി എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റാണി ഗൗരി ലക്ഷ്മി ഭായിയെ പറ്റി. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ അന്ന് വരെ രാജാക്കന്മാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. എന്നാൽ റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടം മുതലാണ് അവിടെ ആദ്യമായിട്ടൊരു വനിതാ ഭരണാധികാരി വന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. റാണി ഗൗരി ലക്ഷ്മി ഭായ് ഭരിച്ചിരുന്ന വർഷം 1810 മുതൽ 1815 വരെയാണ്. അതായത് 5 വർഷമാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. തിരുവിതാംകൂറിൽ ഏറ്റവും കുറച്ചു വർഷം ഭരണം നടത്തിയത് ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കൂടിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. സ്വാതി തിരുനാളിന്റെ അമ്മയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് ശേഷം തുടർ ഭരണാധികാരിയാകേണ്ടിയിരുന്നത് സ്വാതി തിരുനാളായിരുന്നു. എന്നാൽ സ്വാതി തിരുനാളിൽ അന്നധികം പ്രായമില്ലാത്തതിനാൽ തന്നെ സ്വാതി തിരുനാളിന്റെ അമ്മയായ റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ് അന്ന് ഭരണാധികാരം ഏറ്റത്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം 1812 ഡിസംബറിലാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും ഏറ്റവും കുറച്ചു കാലം ഭരിച്ച നേതാവും ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നതാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. അതുപോലെ തന്നെ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി കൂടിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. റാണി ഗൗരി ലക്ഷ്മി ഭായ് ഉമ്മിണിത്തമ്പിയെ മാറ്റി ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റായ കേണൽ മൺറോയെ ദിവാനായിട്ട് സ്ഥാനമേൽപ്പിച്ചു. അപ്പോൾ ആദ്യത്തെ യൂറോപ്യൻ ദിവാനായ കേണൽ മൺറോയെ നിയമിച്ച വ്യക്തി കൂടിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. അതുപോലെ തന്നെ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും ആദ്യമായി തിരുവിതാംകൂറിൽ കൊണ്ടുവന്നതും റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. ഏറ്റവും കുറച്ചു കാലം മാത്രം ഭരിച്ച ഭരണാധികാരി കൂടിയാണ് ഈ റാണി ഗൗരി ലക്ഷ്മി ഭായ്. 1810 മുതൽ 1815 വരെയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ ഭരണ കാലഘട്ടം. കൂടാതെ ഉമ്മിണിത്തമ്പിയെ മാറ്റി ബ്രിട്ടീഷ് റെസിഡന്റായ കേണൽ മൺറോയെ ആദ്യമായിട്ട് ദിവാനായിട്ട് നിയമിച്ചതും ഈ റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തപ്പോഴുള്ള സമയത്തെ ഭരണാധികാരി ആരെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും കൂടിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. അടിമക്കച്ചവടം നിരോധിച്ചു. 1812 അടിമക്കച്ചവടം ആരാണ് നിരോധിച്ചതെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ്. കൂടാതെ ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചതും കള്ളക്കടത്ത് തടയാൻ ഉചിതമായ സ്ഥലങ്ങളിൽ ചൗക്കകൾ അഥവാ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച വ്യക്തി കൂടിയാണ് ഈ റാണി ഗൗരി ലക്ഷ്മി ഭായ്. അപ്പൊ ചെക്ക് പോസ്റ്റ് ആദ്യമായി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന സമ്പ്രദായം ആദ്യം ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതും റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. പത്മനാഭപുരം, തിരുവനന്തപുരം, വൈക്കം, ആലുവ, മാവേലിക്കര എന്നിവിടങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിച്ചതും തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ചേർന്നുകൊണ്ട് ഒരു അപ്പീൽ കോടതി സ്ഥാപിച്ചതും റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ് ആദ്യത്തെ തിരുവിതാംകൂറിലെ വനിതാ ഭരണാധികാരി. 1810 മുതൽ 1815 വരെയാണ് തിരുവിതാംകൂറിൽ ഭരണം നടത്തിയത്. ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ ഭരണാധികാരി കൂടിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തപ്പോഴുള്ള ഭരണാധികാരിയും റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. വാക്സിനേഷനും അലോപ്പതിയും നടപ്പിലാക്കിയ സമയത്തെ ഭരണാധികാരി കൂടിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതിയും ഉചിതമായ സ്ഥാനങ്ങളിൽ കള്ളക്കടത്ത് തടയുന്നതിന് വേണ്ടി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചതും ഈ റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ്. പിന്നെ ജില്ലാ കോടതികളും അപ്പീൽ കോടതിയും തിരുവനന്തപുരത്ത് അപ്പീൽ കോടതിയും സ്ഥാപിച്ചത് റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്.